എല്ലാവർക്കും ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ആക്ഷൻസിനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും കണ്ടിരിക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ തന്നെയായിരിക്കും വീണ്ടും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾക്ക് വീണ്ടും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ നമ്മൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ആക്ഷൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നത് ആണ്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ വലതുഭാഗത്തായിട്ട് ഹിസ്റ്ററി പാനൽ കാണാം. അതിൻ്റെ തൊട്ട് താഴെയാണ് ആക്ഷൻസിൻ്റെ പ്ലേ ബട്ടൺ കാണുന്നത്. ഇതിവിടെ എനേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോ മെനുവിൽ പോകുക. മുകളിൽ അവിടെ താഴെ വരുവാണെങ്കിൽ ഇവിടെ ആക്ഷൻസ് കാണും. ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആക്ഷൻസിൻ്റെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ ആക്ഷൻസ് കാണാം. ഫോട്ടോഷോപ്പ് ഡിഫാൾട്ടായിട്ട് കുറച്ച് ആക്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നത് ആണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു പോസ് ബട്ടണുണ്ട്, റെക്കോർഡ് ബട്ടണുണ്ട്, പ്ലേ ബട്ടണുണ്ട്. ഇവിടെ ക്രിയേറ്റ് ന്യൂ ബട്ടണുണ്ട്. അതേപോലെ ക്രിയേറ്റ് ന്യൂ ആക്ഷൻസ് ബട്ടണുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടണും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ സെറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം റെക്കോർഡ് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും ഇവിടെ റെക്കോർഡ് ആകുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു എഡിറ്റ് വർക്ക് ഇവിടെ ചെയ്യുന്നു. കീബോർഡിൽ Ctrl+J അമർത്തി ഒരു പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മുകളിൽ ഇമേജിൽ പോയി അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്ന് കുറച്ച് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇമേജിൽ പോയി ഇമേജിനെ ഹൊറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നു. അതിനുശേഷം ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇമേജിനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ആക്ഷൻ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിൽ പോകുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആക്ഷൻസ് കൊടുക്കുക. ഇവിടെ ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .atn ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ലൊക്കേഷനിൽ ആ ആക്ഷൻ സേവ് ആയിട്ടുണ്ട്. ഞാൻ അതിനുശേഷം ഈ ആക്ഷൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്ഷൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അതിനുശേഷം ഡിലീറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു, നോ കൊടുക്കുന്നു. പിന്നെയും ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു 3 വര കാണാം. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത ആക്ഷൻ നമ്മൾക്ക് ലോഡ് ചെയ്യാം. അതിനുവേണ്ടി ലോഡ് ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്ത് ആ ലൊക്കേഷനിൽ ആക്ഷൻ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോഡ് കൊടുക്കുക. ഇപ്പോൾ അതേ ആക്ഷൻസ് ഇവിടെ ലോഡായിട്ടുണ്ട്. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഈ പ്ലേ ബട്ടൺ അമർത്തി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത അതേ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹിസ്റ്ററി പാനലിൽ പോയി നോക്കാം. ഓപ്പൺ ചെയ്തു, ലെയർ കോപ്പി ചെയ്തു. അതിനുശേഷം ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സെറ്റ് ചെയ്തു. നമ്മൾ ഇമേജിനെ ഫ്ലിപ്പ് ചെയ്തു. അതിനുശേഷം ക്രോപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഫോട്ടോഷോപ്പിലെ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത ആക്ഷൻ സേവ് ചെയ്ത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും കൂടി ഇവിടെ സാധിക്കുന്നതാണ്. അതായത് ഈ ഫയൽ വേറൊരു കമ്പ്യൂട്ടറിൽ, അതായത് .atn എക്സ്റ്റൻഷനുള്ള ഈ ഫയൽ വേറൊരു കമ്പ്യൂട്ടറിൽ നമുക്ക്
ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോഡ് ആക്ഷനിൽ പോയി ആ ആക്ഷൻ ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു എപ്പിസോഡിൽ നമ്മളെല്ലാവരും കണ്ടുമുട്ടുന്നവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ.